അതെ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാനിവിടെ ചീമേനി, കാസർഗോഡ് ചീമേനി ഇവിടെ ഷൂട്ടിന് വന്നാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. കാസർഗോഡ് വേറെ ലെവലാട്ടാ. ഇപ്പൊ എൻ്റെ കൂടെ ഒരാളിരിപ്പുണ്ട്, മോഹനൻ അല്ലേ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? എത്ര? ഇപ്പൊ 4ലേക്ക് ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? വീട്ടില് അനിയന് മരുന്നൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ ഉച്ചക്ക് ഇങ്ങനെ മറന്നു പോണ്. ഇത് എപ്പോഴൊക്കെ കൊടുക്കേണ്ടത്, ഇത് എന്നാണ് ഇനി ചെല്ലേണ്ടത്, ഇതൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മറന്നു പോകില്ലേ? അങ്ങനെ മറന്നു പോകണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി. ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ മെഡിസിനൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ, ഈ ഡാറ്റാസൊക്കെ ഓർത്തിരിക്കുന്നില്ലെങ്കിൽ, ഇതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ. ഇപ്പം 4ാം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ളൂ കേട്ടോ. ഹലോ. ആ, ഓക്കെ. ഇതൊക്കെ എന്താണ്? ഇത് അതിൻ്റെ ഐഡിയാസ് ആണോ ഇതെല്ലാം? ഓക്കെ. എത്ര നാളായി ഇപ്പം നമ്മൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2 ആഴ്ച. കുറച്ചുകൂടെ ഒന്ന് ഒച്ച പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. 2 ആഴ്ചയായി അല്ലേ? 2 ആഴ്ചയായി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ താമസം ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ മോനത് ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് എഴുതണം. അപ്പം ഞാൻ വിചാരിച്ചത് ഇവിടെ നിന്ന് പഠിക്കുകയെന്ന്. പക്ഷേ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഐഡിയാസ്? എന്താണ് ഇതെന്താണ് ഈ ആപ്പ്? ഇതുകൊണ്ട് എന്താ ഗുണമുള്ളത്? ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടറിൻ്റെ ഒരു ഇതിൽ എഴുത്തില്ല, മരുന്നിൻ്റെ എഴുത്തുന്ന നമ്മൾ മറന്നു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ആപ്പ്, അതിൻ്റെ ഐഡിയ. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുക? ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ ആപ്പിൽ പറഞ്ഞു കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതിയിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ഈ മെഡിസിനൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ തന്നെ വരും, നമ്മൾ ഓർമ്മിപ്പിക്കും. മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആപ്പ് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ ഗൂഗിളൊക്കെ ചെയ്തിട്ടാണോ മോൻ ഇപ്പോൾ ഈ ആപ്പ് ഉണ്ടാക്കുന്നത്? ഇതേപോലത്തെ വേറെ ഐഡിയാസൊക്കെ കുറേ ഉണ്ടോ കയ്യിൽ? ഉണ്ട്. അപ്പോൾ വേറെ ഐഡിയാസ് നമ്മളിങ്ങനെ പുതിയത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? വലുതാകുമ്പോൾ ആരാവാൻ ആഗ്രഹം? IT കമ്പനി തുടങ്ങാനാണ് ആഗ്രഹം. ഓക്കെ, മിടുക്കൻ. അപ്പം മോനതിൻ്റെ പ്ലാനാണ്. നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുണ്ടാവില്ല ഡാറ്റാസ്. നമ്മൾ മുമ്പ് കഴിച്ച മെഡിസിൻ എന്താണ്, ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, മെഡിസിനൊക്കെ കഴിക്കുന്ന ടൈമിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ ഓർമ്മിപ്പിക്കും. ഇതൊക്കെയാണ് ഈ 4ാം ക്ലാസ്സുകാരനായ ഈ മിടുക്കൻ്റെ തലയിൽ വന്നേക്കുന്ന ബുദ്ധി. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലത്തെ കുറേ ഐഡിയാസൊക്കെ കൊണ്ടുവരുമല്ലോ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏതാ? ICT. അതെവിടെയാണ്? കാസർഗോഡ് തന്നെ? പഠനേല്. ഓക്കെ. അപ്പോൾ എന്തായാലും മോഹനനെ സപ്പോർട്ട് ചെയ്യണം. മോഹനൻ്റെ ഇൻസ്റ്റ ID ഒക്കെ ഇതിൽ ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. മിടുക്കനാണ്, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ. അതുപോലെ തന്നെ ഈ ആപ്പ് എത്ര നാളുകൊണ്ട് കംപ്ലീറ്റ് ആവും? 2-3 മാസം കഴിയും. അത്രയധികം നമ്മൾ വർക്ക് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെയാണ് ഓരോ ഐഡിയാസൊക്കെ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും 2-3 മാസം കഴിയുമ്പോൾ ഈ ആപ്പിന് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതിന് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണം. അപ്പോൾ എന്തായാലും ഈ ആപ്പ് ഉടനെ വരും. വന്നു കഴിയുമ്പോൾ മോനൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് വഴിയൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുന്നതായിരിക്കും. പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഇതൊന്നും കൊടുക്കില്ലായിരുന്നു. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. കാരണം എല്ലാ കുട്ടികളുടെ തലയിലും നമ്മളൊക്കെ ചിന്തിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതാണെങ്കിൽ നമ്മളെല്ലാവരും കണ്ടെത്തി അത് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മിടുക്കന്മാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടാവും.